ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലമാമന്റെ ഉപദേശത്തോടു കൂടി ആകാശ് ചാരുവിനെ സ്നേഹിച്ചു തുടങ്ങാം, ഒന്നിച്ചു ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആകാശ് റൂമിലേക്ക് വരുന്ന സമയത്ത് ചാരു വിഷമിച്ചിരിക്കുന്നത് കാണാണ്. അപ്പോൾ ആകാശ് ചാരുവിൻ്റെ പുറകിലൂടെ ചെന്ന് ചാരുവിനെ തൊടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴേക്ക് ആകാശിന് ഒരു മടി പോലെ തോന്നുകയാണ്. അങ്ങനെ കൈയൊക്കെ വിറച്ചുകൊണ്ടാണ് ചാരുവിനെ തൊടാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്ക് ആകാശിന് 2-3 തവണയായിട്ട് ചാരുവിനെ തൊടാൻ നോക്കുമ്പോഴൊക്കെ ആകാശിന് ഒരു ചെറിയ മടി വരികയാണ്. അങ്ങനെ ആകാശ് ചാരുവിൻ്റെ പുറകെ ചെന്ന് ടോ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് എന്താ അക്കുച്ചേട്ടാ ഈ കാണിച്ചത്, ഞാൻ പേടിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാനൊരു രസത്തിന് ചെയ്തതാണ് കാക്കോത്തി, നീ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ചാരുവിനെ അവിടെ ഇരുത്താണ്. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരാനാണ്. അത് കേട്ടപ്പോൾ ചാരു പെട്ടെന്ന് സങ്കടത്തോടു കൂടി ആകാശിനെ നോക്കുകയാണ്. അപ്പോൾ ആകാശ് പതർച്ചയോട് കൂടി പറയണേ, അത് ഒന്നുമില്ല കാക്കോത്തി, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റൂമിൽ നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാര് വരാനാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനാ അക്കുച്ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പെട്ടെന്ന് ഞാൻ ഒന്നും അറിയാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയ പിന്നെ ഞാൻ പേടിച്ചു പോവില്ലേ. ഇനി മുതൽ നീ ആരെയും ഒന്നിനെയും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാക്കോത്തി. ഒന്നും മിണ്ടാതെ ചാരു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് പതിയെ കൈ ഇങ്ങനെ ചാരുവിൻ്റെ കൈകളിൽ തൊടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴൊക്കെ ആകാശിൻ്റെ കൈ ഇങ്ങനെ ഒരു വിറയ്ക്കുന്നത് പോലെ ആവാണ്. ആകാശിന് ഒരു മടിയോട് കൂടിയിട്ടാണ് ചാരുവിൻ്റെ കൈകളിൽ വിരലുകളിലൊക്കെ തൊടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആകാശിൻ്റെ കൈ വിറയ്ക്കുമ്പോൾ ആകാശ് മറ്റേ കൈ കൊണ്ട് ആകാശിൻ്റെ കൈ അങ്ങ് ബലം പിടിച്ചുകൊണ്ട് ചാരുവിൻ്റെ കൈകളിൽ തൊടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ചാരു ആകാശിനെ നോക്കിയപ്പോൾ ആകാശ് പെട്ടെന്ന് കൈയെടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കാക്കോത്തി നീ ഭക്ഷണം കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. എന്നിട്ട് ചാരു വീണ്ടും മിണ്ടാതെ ഇരിക്കുന്ന സമയത്ത് ചാരുവിൻ്റെ കൈ ബെഡിൽ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ ആകാശ് പതിയെ ആ ചാരുവിൻ്റെ കയ്യിൽ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലാണ്. അപ്പോഴൊക്കെ ആകാശിൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ കൈ വെച്ച് വിറക്കാതിരിക്കാൻ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചാരുവിൻ്റെ കയ്യിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ചാരു അങ്ങ് ഞെട്ടുകയാണ്. ഒപ്പം ആകാശം ഒന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് ചാരു ആകാശിനെ ഇങ്ങനെ നോക്കുമ്പോൾ അത് പിന്നെ ഇവിടെ ഒരു ഈച്ച ഉണ്ടായിരുന്നു, അത് തട്ടിയതാണ്. ഒന്നുമില്ല കാക്കോത്തി, അത് പോയി എന്ന് പറയണേ. അപ്പോൾ ചാരു പിന്നെയും മിണ്ടാതിരിക്കുമ്പോൾ ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശം ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചാരു നോക്കുന്ന സമയത്ത് ആകാശ് തൊട്ടടുത്തേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചാരു പെട്ടെന്ന് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആകാശ് ചാരുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ചാരു ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഭാവത്തിൽ വീണ്ടും നീങ്ങിയിരിക്കുമ്പോൾ ആകാശ് പെട്ടെന്ന് പറയണേ, അത് പിന്നെ ഞാൻ ക്ലോക്ക് നോക്കിയതാണ്, ഈ ക്ലോക്ക് ഇപ്പോൾ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കിയതാണ് എന്ന് പറഞ്ഞ് ക്ലോക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ തിരിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ആ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇത് വർക്കാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് അവിടെ തിരികെ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശ് നീങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്ക് ആകാശ് ഒരു പതർച്ചയോട് കൂടിയിട്ടാണ് ചാരുവിൻ്റെ അടുത്തേക്കൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാരു പെട്ടെന്ന് എന്താ എന്നുള്ള ഭാവത്തിൽ ആകാശിനെ പതിവില്ലാതെ എന്താ ഇങ്ങനെ എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആകാശ് പറയണേ, നിൻ്റെ കാതിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇത് നീ വാങ്ങിയതാണോ അതോ നിൻ്റെ ബാലമാമ വാങ്ങി തന്നതാണോ എന്നും പറഞ്ഞ് ചാരുവിൻ്റെ കാതിലങ്ങ് ആകാശ് തൊടുന്ന സമയത്ത് പെട്ടെന്ന് ചാരു അവിടെ നിന്നങ്ങ് എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരുവിൻ്റെ കൈ കയറി പിടിക്കുകയാണ് ആകാശ്. എന്താ കാക്കോത്തി നീ എണീറ്റ് പോകുന്നത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ പോവല്ലേ എന്ന് പറയുമ്പോഴും ചാരുവിന് കാര്യം മനസ്സിലാവുന്നത് കൊണ്ട് ചാരു അവിടെ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആകാശ് ചാരുവിൻ്റെ വളയിൽ കയറിയിട്ടാണ് പിടിക്കുന്നത്, അതും കുപ്പിവളയിലാണ് പിടിക്കുന്നത്. അതോടുകൂടി കുപ്പിവള അങ്ങ് പൊട്ടുകയാണ്. അങ്ങനെ ചാരുവിൻ്റെ കയ്യിലാകെ മൊത്തം മുറിവാവുകയാണ് കേട്ടോ. എന്നിട്ട് കുപ്പിവളകൾ പൊട്ടി താഴെ വീഴുകയാണ്. എന്നിട്ട് ചാരു ഒന്നും മിണ്ടാതെ താഴേക്ക് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാണ്. ആകാശ് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ. അപ്പോൾ ആകാശ് കയ്യിൽ കയറി പിടിച്ച സമയത്ത് അക്കുച്ചേട്ട എൻ്റെ കൈ വിട് എന്ന് പറഞ്ഞ് ചാരു ഇങ്ങനെ ബലം പിടിക്കുമ്പോൾ, നീ ഒന്ന് പറഞ്ഞത് കേൾക്ക് കാക്കോത്തി, നീ ഇവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണ്ട അക്കുച്ചേട്ട എൻ്റെ കൈ വിട് എന്ന് പറഞ്ഞ് അങ്ങ് വലിക്കുകയാണ്. ആ സമയത്താണ് ആകാശിൻ്റെ കൈ അമർന്നത് കൊണ്ട് ചാരുവിൻ്റെ കയ്യിലുള്ള കുപ്പിവളകൾ പൊട്ടുന്നത്. അപ്പോൾ കുപ്പിവള താഴേക്ക് വീണതോടുകൂടി അയ്യോ സോറി കാക്കോത്തി എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല, ഞാൻ താഴേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ചാരു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ, കാക്കോത്തി നീ പോവല്ലേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറയുമ്പോഴും ചാരു അതൊന്നും കേൾക്കാതെ താഴേക്ക് പോവാണ്. അപ്പോൾ ചാരു പോയി കഴിഞ്ഞ ശേഷം ആകാശ് സ്വയം പറയുകയാണ്, എല്ലാം കുളമാക്കിയല്ലോ ഞാൻ. ചാരു ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക, ഗോവിന്ദമാമൻ്റെ വാക്ക് കേട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, വേണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നാണത്തോടു കൂടിയാണ് ആകാശ് ഒരു ചമ്മലോട് കൂടിയാണ് റൂമിൽ നിൽക്കുന്നത്. ഈ സമയം ചാരു താഴെ
താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രമേശൻ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അശ്വതി ചെന്നിട്ട് പറയണേ, എന്തു പറ്റി ഇന്ന് രമേശ് ചേട്ടൻ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ അച്ചു, ഞാൻ ഇന്ന് ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്ത വിശക്കുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ കഴിച്ചില്ല എന്നോ? ഞാനല്ലേ നിങ്ങൾക്ക് എടുത്തു തന്നത്, നിങ്ങൾക്ക് എത്ര കഴിച്ചാലും കഴിച്ചില്ല എന്നേ പറയൂ, നിങ്ങളിത് കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രമേശൻ അത് കുടിക്കുകയാണ്. അത് പിന്നെ അച്ചു, എനിക്ക് തീരെ ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴാണ് ചാരു താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അശ്വതി, ചാരു നീ എന്താ അടുക്കളയിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അതെ ചേച്ചി എന്ന് പറയുമ്പോൾ, എങ്കിൽ ഈ ഗ്ലാസ് കൂടി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞ് ചാരുവിൻ്റെ കയ്യിൽ ആ ഗ്ലാസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അശ്വതി ചാരുവിൻ്റെ കയ്യിൽ മുറിവ് ആയത് കാണുന്നത്. ചാരു നിൻ്റെ കയ്യിൽ അതാ നിറയെ ചോര വരുന്നുണ്ടല്ലോ, ഇത് എന്ത് സംഭവിച്ചതാണ്? അപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ രമേശൻ ചോദിക്കാൻ, എന്ത് പറ്റി ചാരു, എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ മുറിവായത്? അപ്പോൾ ചാരു പെട്ടെന്ന് ഒരു മടിയോട് കൂടി പറയണ, അത് പിന്നെ എൻ്റെ കയ്യിലുള്ള കുപ്പിവളകൾ പൊട്ടിയതാണ്. കുപ്പിവള എങ്ങനെ പൊട്ടാനാണ് എന്ന് രമേശൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അക്കുച്ചേട്ടൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതാണ്. ആ സമയത്താണ് എൻ്റെ കയ്യിലുള്ള കുപ്പിവള പൊട്ടി എൻ്റെ കയ്യിൽ മുറിവായത്. അശ്വതി പറയണേ, എന്തിനാണ് ആകാശ് ഇങ്ങനെ കയ്യിൽ കയറി പിടിച്ചത്, ഇത് നല്ല മുറിവായിട്ടുണ്ടല്ലോ. അപ്പോൾ രമേശൻ പറയണേ, ഈ ആകാശിന് പോവുക പോകെ ഒന്നും അറിയാത്ത മട്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണോ കയ്യിൽ കയറി പിടിക്കുക, അപ്പോഴല്ലേ വള പൊട്ടിയത്, മൃദുവായിട്ടല്ലേ കയ്യിൽ കയറി പിടിക്കുക, ഈ ആകാശിന് ഒന്നും അറിയില്ല, അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഒന്ന് വെറുതെ ഇരിക്കുക രമേശ് ഏട്ടാ എന്ന് അശ്വതി പറയണേ. ചാരു നീ ഇവിടെ ഇരിക്കും, ഞാൻ നിൻ്റെ കയ്യിൽ ഓയിൽമെൻറ്റ് പുരട്ടി തരാം എന്ന് പറഞ്ഞ് ചാരുവിനെ അവിടെ ഇരുത്താണ്. എന്നിട്ട് ഓയിൽമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് ചാരു പെട്ടെന്ന് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയതും ചാരുവിനോട് പെരുമാറിയതിനൊക്കെ കുറിച്ച് ഓർത്തിങ്ങനെ ഒരു മടിയോട് കൂടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശിൻ്റെ കാലിൽ ആ കുപ്പിവള കിടക്കുന്നത് തടയുന്നത്. അപ്പോൾ ആ കുപ്പിവള എടുക്കുകയാണ്. അപ്പോൾ അതിൽ ചോരയുടെ കളർ കാണുന്ന സമയത്ത്, അയ്യോ ചാരുവിൻ്റെ കയ്യിൽ മുറിവായിട്ടുണ്ടല്ലോ, എന്നിട്ടിപ്പോൾ ഫസ്റ്റ് എയ്ഡ് പോലും എടുക്കാതെയാണല്ലോ, അതിലൊന്നും പെരട്ടാതെയാണല്ലോ ചാരു താഴേക്ക് ഇറങ്ങിപ്പോയത്, എങ്കിൽ ഇപ്പം തന്നെ ചാരുവിൻ്റെ കയ്യിൽ പെരട്ടി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആകാശ് മരുന്നുമായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അശ്വതി ചാരുവിൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടിത്തരാം, ചാരു നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അശ്വതി പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹേമ പറയണേ, അശ്വതി നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ, അവളുടെ കയ്യിൽ ചോര വരുന്നുണ്ടെങ്കിൽ അവൾ അതൊരു തുണിയോ പേപ്പറോ വെച്ച് അങ്ങ് തുടച്ചെടുത്തോളും, നീ നിൻ്റെ പണി നോക്ക്. അത് കേട്ടും കൊണ്ടാണ് ആകാശ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആകാശ് ഉറക്കെ പറയുകയാണ്, അവളെന്തിനാണ് അവളുടെ കയ്യിലുള്ള ചോര തുണി വെച്ച് തുടക്കണം, അവളെ നോക്കാനേ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആകാശിൻ്റെ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ചാരു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരുവിന് ഞാനുണ്ട് എന്നുള്ള ആ വാക്ക് പറഞ്ഞത് കേട്ടപ്പോൾ ചാരുവിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ആകാശ് ചാരുവിനോട് ഇവിടെ ഇരിക്കുക കാക്കോത്തി, ഞാൻ നിൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടി തരാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട അക്കുചേട്ടാ ഞാൻ തന്നെ ചെയ്തോളാം, ഇങ്ങ് തന്നേക്ക് എന്ന് പറയുമ്പോൾ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, ഞാൻ ചെയ്തോളാം. അപ്പോൾ രമേശ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ രമേശ് ഇങ്ങനെ പറയണേ, അത് ശരിയാണ് ചാരു, നിൻ്റെ കയ്യിൽ ഇപ്പോൾ മുറിവ് പറ്റിയത് എങ്ങനെയാണ്, ആകാശ് കാരണമല്ലേ, അപ്പോൾ ആകാശ് തന്നെയാണ് നിൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടി തരേണ്ടത്, അല്ലാതെ അശ്വതിയല്ല. അത് കേട്ടപ്പോൾ ഹേമ പറയണേ, രമേശ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, അത് പിന്നെ അമ്മായി ഞാൻ പറഞ്ഞത് അത് ഉദ്ദേശിച്ചിട്ടല്ല, അല്ല ചാരുവിൻ്റെ കയ്യിൽ മുറിവ് പറ്റിയത് ആകാശ് കാരണമല്ലേ, അപ്പോൾ ആകാശല്ലേ ചാരുവിൻ്റെ കയ്യിലെ മുറിവ് മാറ്റി കൊടുക്കേണ്ടത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അമ്മായി എന്ന് പറയാണ്. അപ്പോൾ ആകാശ് പറയണ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നും പറഞ്ഞ് ചാരുവിൻ്റെ കയ്യിലെ മുറിവൊക്കെ തുടച്ചു കൊടുത്ത ശേഷം ഓയിൽമെൻ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരു ആകാശിനെ ഇങ്ങനെ നോക്കുകയാണ്. രമേശനും ഹേമയും അശ്വതിയൊക്കെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചാരുവിന് ഒരു മടിയാവുകയാണ്. അപ്പം മതി അക്കുചേട്ടാ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് വെറുതെ ഇരിക്കുക ചാരു, ഞാൻ പുരട്ടി തരാം എന്ന് പറഞ്ഞ് നല്ലതുപോലെ സ്നേഹത്തോടു കൂടി പുരട്ടി കൊടുക്കേണ്ട. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹേമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഹേമ ദേഷ്യത്തിൽ അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാകുന്നുണ്ട്. ചാരുവിന് ആകാശിൻ്റെ ഈ പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പോൾ ഇതെന്തു പറ്റി അക്കുചേട്ടന് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ആകാശിനെ തന്നെ നോക്കിയിരിക്കുന്നത്. ഈ സമയം ഓഫീസിൽ ശ്രേയയുടെ അടുത്തേക്ക് സൗമ്യ ചെല്ലുകയാണ്. എന്നിട്ട് ഫയലുകളിലൊക്കെ ഒപ്പിടാൻ വേണ്ടി പറയണേ. എന്നിട്ട് പറയണേ, മേഡത്തിനോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഹൗസ് വാമിങ്ങിനെ കുറിച്ച്, അത് നാളെയാണ് ആ പരിപാടി വെച്ചിരിക്കുന്നത്, അത് മേഡം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ദിവസം നോക്കി വെച്ചത്, മേഡം നാളത്തെ ഫംഗ്ഷന് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ ഞാൻ വരാമല്ലോ സൗമ്യ വരാമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സൗമ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ സൗമ്യ ഫയലുമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ശ്രേയ ചോദിക്കുകയാണ്,
സൗമ്യ ഒന്ന് അവിടെ നിന്നേ, എന്താ മേഡം, അല്ല ആകാശിനെ ഈ പരിപാടിക്ക് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സൗമ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പരിപാടിക്ക് മേഡം വരില്ല, പിന്നെ ഇതിൻ്റെ പേരിൽ എന്നോട് വലിയ ദേഷ്യവും കാണിക്കും, അതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറയാം എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇല്ല മേഡം ഞാൻ വിളിച്ചിട്ടില്ല. അതെന്താ നീ ആകാശിനെ വിളിക്കാത്തത്? അത് പിന്നെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് സസ്പെൻഷൻ ആയതല്ലേ, ഇനിയിപ്പോൾ വെറുതെ ആകാശിനെ വിളിക്കേണ്ട, അത് മേഡത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അതിനെന്താ, ഓഫീസ് വിഷയവും നിന്റെ ഹൗസ് വാമിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, അതുകൊണ്ട് ആകാശിനെ കൂടി ഹൗസ് വാമിങ്ങിന് വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ ഓക്കെ മേഡം, മേഡം പറഞ്ഞതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് സൗമ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശ് നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ ഓഫീസിലില്ലെങ്കിലും നിന്നെ ഞാൻ എൻ്റെ കൺവെർട്ടിൽ നിന്നും മാറ്റുകയില്ല. നിന്റെ അച്ഛൻ ഇവിടെ ഓഫീസിൽ നിന്നും നിന്നെ വിളിച്ചുകൊണ്ട് പോയി എന്ന് കരുതി നീ രക്ഷപ്പെടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എപ്പോഴും നീ എൻ്റെ കൺമുന്നിൽ തന്നെ വേണം. അതിനാണ് ഞാനിപ്പോൾ നിന്നെ സൗമ്യയുടെ ഹൗസ് വാമിങ്ങിന് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ ശ്രേയ ആകാശിന് പണി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആകാശാണ് ഇനി ശ്രേയക്ക് നല്ല മുട്ടം പണി കൊടുക്കാൻ ഒരുങ്ങുന്നത്. എന്നിട്ട് സൗമ്യ ഓഫീസിലെ മറ്റു സ്റ്റാഫുകളോട് ചെന്ന് പറയുകയാണ്, ശ്രേയ മേഡം ആകാശ് സാറിനെ കൂടി വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നാളത്തെ എൻ്റെ ഹൗസ് വാമിങ്ങിന് എന്ത് ഉദ്ദേശിച്ചിട്ടാണാവോ എന്ന് പറയുമ്പോൾ മറ്റേ സ്റ്റാഫ് പറയുകയാണ്, അത് മറ്റൊന്നും കൊണ്ടാവില്ല, ഓഫീസിൽ നിന്നും ഒരുപാട് ടോർച്ചർ ആകാശ് സാറിന് കൊടുക്കുന്നുണ്ടല്ലോ, അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ സൗമ്യയുടെ വീടിരിക്കലിൻ്റെ ചടങ്ങിനും കൂടി കൊടുക്കാനാവും, അതാവും വേണമെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ ആകാശ് സാറിനെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, അതെന്താണാവോ എന്ന് പറഞ്ഞപ്പോൾ സൗമ്യ പറയണേ, എങ്കിൽ സാറ് തന്നെ അങ്ങ് ചോദിച്ചു നോക്ക്, നാളത്തെ അവസരത്തിൽ സാറ് തന്നെ ചോദിച്ചു നോക്ക്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, അയ്യോ മേഡം എനിക്കൊന്നും വയ്യ, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർത്തോട്ടെ, ഞാൻ ചോദിച്ചിട്ട് എനിക്കിനി പണിഷ്മെൻ്റ് ഒന്നും വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമാകുന്ന സമയത്ത് വീട്ടിലെത്തിയ ശേഷം ശ്രേയ അമ്മയ്ക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മേ ഞാനിവിടേക്ക് വന്ന ശേഷം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വന്നിരുന്നത്, പക്ഷേ ഇന്ന് ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആകാശിന് ഞാൻ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതായിരുന്നു, പക്ഷേ ആകാശിൻ്റെ അച്ഛൻ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി, ഇപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയയുടെ അമ്മ പറയണേ, ശ്രേയ ഒരു കാര്യം നീ ചിന്തിച്ചിട്ട് വേണം എപ്പോഴും ഓരോന്നും ചെയ്യാൻ, അല്ലാതെ അത് ഒരിക്കലും പാളാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തതല്ലേ, അതുപോലെ തന്നെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ മുന്നും പിന്നും നീ ആലോചിച്ച് വേണം ഓരോ തീരുമാനവും എടുക്കാൻ. ആകാശിന് നീ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് വേണം നീ ആദ്യം ചിന്തിക്കാൻ. മറ്റേത് നീ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് ആകാശും ചാരുവും ഒന്നിച്ച് ജീവിതം ആരംഭിക്കാനും അവർ സ്നേഹത്തിലാവാനും ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. നമ്മുടെ ശത്രു എപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ വേണം. ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ആകാശ് എപ്പോഴും ചാരുവിനോടൊപ്പമാണ് ഉണ്ടാവുക. അതാവുമ്പോൾ അവർ കൂടുതൽ അടുക്കാനുള്ള അവസരമാണ് നീ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോൾ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്താൻ വേണ്ടി നീ നോക്കണം ശ്രേയ. ഞാൻ ഈ പറയുന്നതൊക്കെ നീ നല്ല ശ്രദ്ധയോടു കൂടി കേൾക്കണം. ആകാശും ചാരുവും നിന്നെ മറന്ന് ഒരു സെക്കൻഡ് മതി ജീവിതം ആരംഭിക്കാൻ. അത് ഒരിക്കലും സംഭവിച്ചുകൂടാ. അവൻ നമ്മുടെ കൺമുന്നിൽ വെച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് നീ ആയിട്ട് അവർക്ക് അവസരം വരുത്തി കൊടുക്കരുത് എന്ന് പറഞ്ഞ ശേഷമാണ് ശ്രേയയുടെ അമ്മ ഫോൺ വെക്കുന്നത്. അത് കേട്ടതോടുകൂടി ശ്രേയയ്ക്ക് പിന്നെ മനസമാധാനം പോവുകയാണ്. ഞാനിപ്പോൾ ചെയ്ത പണിഷ്മെൻറ്റ് അത് എനിക്ക് തന്നെ തിരിച്ചടിയാവുമോ, ആകാശും ചാരുവും ഒന്നിച്ച് ജീവിക്കുമോ എന്നുള്ള പേടിയോട് കൂടി ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആകാശ് ആരും കാണാതെ മുല്ലപ്പൂ വാങ്ങിയിട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് രമേശൻ ഇനി അവിടേക്ക് വരുന്നത്. അങ്ങനെ ചാരുവിനെ ആകാശ് സ്നേഹിച്ചു തുടങ്ങുന്ന സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.